നിയമങ്ങൾ കാറ്റിൽ പറത്തി സ്വകാര്യ ബസ്സുകൾ നിരത്തിൽ ചീറിപ്പായുമ്പോൾ കവർന്നെടുക്കപ്പെടുന്നത് വിലപ്പെട്ട നിരവധി മനുഷ്യജീവനുകളാണ്. അധികൃതരെ നോക്കുകുത്തികളാക്കി നിരത്തിൽ സ്വകാര്യ ബസ് മുതലാളിമാരും ജീവനക്കാരും എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണ് സർവീസ് നടത്തുന്നത്. ഒരു സ്വകാര്യ ബസ്സിന് സർവീസ് നടത്തുന്നതിന് 15 വർഷത്തെ കാലാവധിയാണ് നൽകി പോരുന്നത്. ഈ കാലയളവ് പിന്നിട്ട് തകരപ്പാട്ടകളായ സ്വകാര്യ ബസ്സുകളും നിരത്തിൽ ചീറിപ്പായുന്നു. അഞ്ചൽ, പുനലൂർ, ആയൂർ, കുളത്തൂപ്പുഴ, ചണ്ണപ്പേട്ട, വിളക്കുപാറ റോഡുകളിൽ ഓടുന്ന സ്വകാര്യ ബസ്സുകളിൽ ഹെവി ലൈസൻസ് കരസ്ഥമാക്കുന്നവർക്ക് പരിശീലനം നൽകുന്നതിനുള്ള അവസരവും മുതലാളിമാർ ഒരുക്കുന്നുണ്ട്. 50-ൽ പരം യാത്രക്കാരുമായി നീങ്ങുന്ന ബസ്സുകളിൽ സർവീസ് നടത്തി പരിശീലനം നേടുന്നതിന് എത്തുന്നവരിൽ നിന്ന് 5000 രൂപ മുതൽ 10000 രൂപ വരെ ബസ് ഉടമകൾ ഈടാക്കുന്നു. ബസ് സർവീസ് വിരളമായ ബൈറൂട്ടുകളിൽ സർവീസ് നടത്തുന്ന വാഹനങ്ങളിലാണ് ഇത്തരം പരിശീലന പരിപാടികൾ വ്യാപകമായി നടക്കുന്നത്. വാഹനം ഓടിക്കുന്നവർ പരിശീലനത്തിനായി എത്തുന്നവരാണെന്ന് ബോധ്യപ്പെട്ടാലും യാത്രാ ദുരിതം മുന്നിൽ കണ്ട് യാത്രക്കാർ പ്രതികരിക്കാറില്ല. പെർമിറ്റ് മാനദണ്ഡങ്ങളിൽ വാഹനത്തിന്റെ പിന്നിലും മുന്നിലും ഡോറുകൾ നിർബന്ധമായി പറയുന്നുണ്ടെങ്കിലും മിക്ക സ്വകാര്യ ബസ്സുകളിലും ഇത് കാണാറില്ല. ഡോറുകൾ ഉള്ളവ പലതും കയറിട്ട് കെട്ടിവച്ചിരിക്കുന്ന അവസ്ഥയുമാണ്. ചില KSRTC ബസ്സുകളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ബസ്സുകളിൽ ജോലി ചെയ്യുന്ന കണ്ടക്ടർമാർക്ക് നെയിം ബോർഡുകൾ നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിലും കിഴക്കൻ മേഖലയിൽ സർവീസ് നടത്തുന്ന ഒരു വാഹനത്തിലെയും കണ്ടക്ടർമാർക്ക് നെയിം ബോർഡുകളില്ല. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം മൂലം അപകടങ്ങൾ പെരുകി വരുന്ന സാഹചര്യത്തിൽ വാഹനങ്ങളിൽ സ്പീഡ് ഗവേണർ നിർബന്ധമാക്കിയിരുന്നു. എന്നാൽ ഈ റൂട്ടുകളിൽ ഓടുന്ന മിക്ക ബസ്സുകളിലും സ്പീഡ് ഗവേണർ ഇല്ല. സ്പീഡ് ഗവേണർ ഘടിപ്പിച്ചിട്ടുള്ള മിക്ക ബസ്സുകളിലും ഇത് പ്രവർത്തനരഹിതവുമാണ്. സ്പീഡ് ഗവേണറുകൾ പ്രവർത്തിക്കാതിരിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ബസ് ജീവനക്കാർ നൽകിയ മറുപടി ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ സ്പീഡ് ഗവേണർ ഊരിവിടും എന്നാണ്. സ്പീഡ് ഗവർണർ ഉണ്ടോ? ഒന്ന് കാണിച്ചേ. എന്താ ഊരിട്ടേക്കുന്നത്? സ്വകാര്യ ബസ്സുകൾ അപകടക്കെണി ഒരുക്കി തലങ്ങും വിലങ്ങും ചീറിപ്പായുന്ന അവസ്ഥയിൽ അഞ്ചലിൽ നിന്ന് പുനലൂരിലേക്കുള്ള ബസ്സുകളുടെ സർവീസ് രീതി കൗതുകകരമാണ്. പിന്നാലെ പോകേണ്ട ബസ്സിലെ ഒരു സ്റ്റാഫ് മുന്നേ പോകുന്ന ബസ്സിലുണ്ടാകും. ഇയാളാണ് ബസ് എത്ര വേഗത്തിൽ പോകണമെന്ന് നിർദ്ദേശിക്കുന്നത്. നിർദ്ദേശം പാലിക്കാതെ വന്നാൽ തർക്കവും വഴക്കും പതിവാണ്. എല്ലാ നിലയിലും നിരത്തിലോടുന്ന സ്വകാര്യ ബസ്സുകൾ അപകടങ്ങൾക്ക് വഴിവെക്കുമ്പോൾ ഇവയൊക്കെ പരിശോധിച്ച് നടപടി സ്വീകരിക്കേണ്ടവർ ഉറങ്ങുകയോ ഉറക്കം നടിക്കുകയോ ആണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.